നമസ്കാരം വിശ്വാസിയുടെ പ്രകാശം എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധമായ റജബിന്റെ പവിത്രമായ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഈ മാസവുമായി വലിയ ബന്ധമുള്ളതാണ്. നിസ്കാരത്തിന്റെ ആണ്ട് കഴിക്കുന്നതാകുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബ് 27 ആദരവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ എളാമയാകുന്ന ഉമ്മുഹാരിയുടെ വീട്ടിൽ കടന്നുകൊണ്ട് പ്രവാചകൻ ഉറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കടന്നു വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖും വതുഫു ബിൽ ബൈതി സബഅ, തങ്ങൾ എഴുന്നേൽക്കണേ, പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണേ, കഅബ തവാഫ് ചെയ്യണം. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഇസ്ലാമിന്റെ പ്രഥമമായ അമലിയാത്തിന്റെ ഉത്ഭവങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മഹാനിന്റെ വീട്ടിൽ നിന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ചെന്നു. പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം തവാഫ് ചെയ്തു പ്രദക്ഷിണം ചെയ്തു. അവിടെ നിന്ന് പരിശുദ്ധമായ ഹറം ഷരീഫിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തേക്ക് പ്രവാചകൻ പ്രയാണം നടത്തി, ബുറാഖ് എന്ന മഹത്തായ വാഹനത്തിൽ. ഇതൊക്കെ പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മുഖേനയും അവിടുത്തെ വചനങ്ങൾ മുഖേനയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇസ്രാ മിഅ്റാജ് ഒരു വലിയൊരു വിഷയമാണ്. പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതുമായി പറയേണ്ടത് വരും. നിസ്കാരത്തെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭയപ്പെടുന്നത്. ഇസ്രാ മിഅ്റാജ് എന്ന വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ ഞാൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം യഥാവിധി നമ്മുടെ ജീവിതത്തിൽ കൃത്യമാക്കാൻ, ക്രിയാത്മകമാക്കാൻ ഈ സദസ്സ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരുമിച്ച് കൂട്ടിയതിന്റെ സംഘാടക സമിതിയെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അവരുടെ ഈ പരിശ്രമത്തെ അള്ളാഹു സ്വീകരിച്ച് അതിന് തത്തുല്യമായ ഒരു പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും അവർക്കും നമുക്കും, ഇത് കേൾക്കുന്ന നമുക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിധത്തിലേക്ക് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിൽ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതാണ് നമസ്കാരം എന്ന മഹത്തായ കർമ്മം. നമുക്കറിയാം 50 വഖത്താണ് നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് 9 പ്രാവശ്യം തിരിച്ചയച്ചുകൊണ്ട് 5 വീതം കുറച്ച് അവസാനം 5 വഖത്താക്കി ചുരുക്കിയ സംഭവങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ 5 വഖത്താക്കി ചുരുക്കിയതാകുന്ന നിസ്കാരം അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് നൽകിയ നിസ്കാരം അതൊരു മഹത്തായ കർമ്മമാണ്. എന്നല്ല അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് നിസ്കാരമാണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ബോഡി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിസ്കാരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അന്നഹു ഖാൽ സഅലതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകിയത് അസ്സലാത്തു ലിവഖ്തിഹാ. നിസ്കാരം എന്നല്ല നബി പറഞ്ഞത്, മറിച്ചോ ശ്രദ്ധിക്കണം, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. നിസ്കാരം എന്ന് പറഞ്ഞ നബി നിർത്തിയില്ല. അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് സാബായത്. നബിയുനാ റസൂലുള്ളാഹി നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത്, നിസ്കാരം
സമയബന്ധിതമാണ്. സമയത്ത് നിർവഹിക്കണം, ആദ്യ വഖത്തിൽ നിർവഹിക്കണം. അതിനാണ് ശ്രേഷ്ഠത. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖ്തിഹാ صعدت إلى السماء حتى انتهى إلى العرش فيدعو الله سبحانه حفظك الله كما حفظتني. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖ്തിഹാ, ഒരു അടിമ അവൻ നമസ്കാരം ആദ്യ വഖത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പുണ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പതിയാശേരിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ, ഉൾക്കൊള്ളണേ. നിസ്കാരം സമയത്ത് നിർവഹിക്കണേ. അതിന്റെ ആദ്യ വഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണേ. ഹബീബായ നബി തങ്ങൾ അതിന്റെ കൂലിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് ആദ്യ വഖത്തിൽ ഒരു വ്യക്തി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആദ്യ വഖത്തിൽ നിസ്കരിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, സഅദതില സമാ, നിസ്കാരത്തിൽ അവൻ സലാം വീട്ടിയാലുടനെ അവന്റെ നിസ്കാരം ഓട്ടോമാറ്റിക്കായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്രത്തോളം അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് അവന്റെ നിസ്കാരം എത്തുമത്രേ. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം പറയുമ്പോ, ഒന്നാം ആകാശത്തിന്റെ മുകളിലേക്ക്, രണ്ടാം ആകാശത്തിന്റെ മുകളിലേക്ക്, മൂന്നാം ആകാശത്തിന്റെ മുകളിലേക്ക്, 4ഉം 5ഉം 7ന്റെയും മുകളിലേക്ക്, ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തുകയാണ്. നിനക്കൊരു പക്ഷേ റബ്ബിന്റെ സവിധത്തിലേക്ക് എത്താൻ ഈ ദുനിയാവിൽ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് മനുഷ്യ നിന്റെ നിസ്കാരം ഇതായെത്തുകയാണ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുകയാണ്. അർശിന്റെ ഉടമസ്ഥനിലേക്ക് നിന്റെ നമസ്കാരം ഓട്ടോമാറ്റിക്കായി വരുകയാ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുകയാണ്. നിസ്കരിച്ചവന് വേണ്ടി അനുകൂലമായി നിസ്കാരം അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് ദുആ ചെയ്യുമത്രേ, പ്രാർത്ഥിക്കുമത്രേ. ഹബീബായ നബി തങ്ങൾ ആ പ്രാർത്ഥനയും പറയുകയാണ്. നിസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലെത്തിയിട്ട്, സഹോദരാ, സഹോദരി, പതിയാശരിയിലുള്ള ചെറുപ്പക്കാരാ, എസ്കെഎസ്എഫിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ നിസ്കാരം ആദ്യ വഖത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നമസ്കാരം ഇതാ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തിയിട്ട് ആ നമസ്കാരം ഇതാ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്. നിസ്കരിച്ച മനുഷ്യ, വെറുതെ നിസ്കരിച്ചവനല്ല നീ, നിസ്കാരത്തെ സമയത്ത് നിർവഹിച്ചവനാണ് നീ. ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കേട്ടപ്പോ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് പോയവനാണ്. ബാങ്കുലികൾ കേട്ട സമയത്ത് തന്നെ മുഖമെടുത്തുകൊണ്ട് തട്ടുപറച്ചുകൊണ്ട് ഇതാ വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്തിൽ നിസ്കരിച്ചതാകുന്ന സഹോദരിയാണ്. നിന്റെ നമസ്കാരം സലാം വീട്ടിയാലുടനെ അല്ലാഹുവിന്റെ ദർബാറിൽ
ദർബാറിലെത്തിയിട്ട് നിനക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചു വെക്കണേ പെങ്ങളെ, പഠിച്ചു വെക്കണേ സഹോദരി. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നിസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ എന്ന് നിസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമത്രേ. തീർന്നില്ല, തീർന്നില്ല. ഫയഖൂലുൽ മലായികതു ഹൗലൽ അർശ്. അർശിനെ വലയം ചെയ്യുന്ന കോടാനുകോടി മലക്കുകൾ അവർ പറയുകയാണ്, ഇസ്തജിബ് യാ അല്ലാഹ്, ആമീൻ ആമീൻ. നീ ഉത്തരം നൽകണേ അല്ലാ, നീ ഉത്തരം നൽകണേ അല്ലാ. ഈ നിസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര, ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് സ്വറ പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്ന സഹോദര, നിസ്കാരത്തിന്റെ ആദ്യ വഖത്തിൽ, ആദ്യ ജമാഅത്തിൽ ശ്രദ്ധ പതിപ്പിക്കാത്തതാകുന്ന ആളുകളെ, നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ പിന്നെ നമസ്കരിക്കാമെന്ന് പറയുന്ന പെങ്ങളെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. നിനക്ക് പാഴാകുന്നത് എത്രയോ എത്രയോ നന്മകളാണ്, എത്രയോ നല്ല ദുആകളാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, വൈദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ആളുകളുണ്ടോ, ആളുകളുണ്ടോ? ബാങ്ക് വിളിച്ചാൽ സൗഫ വസൗഫ, പിന്നെ നിസ്കരിക്കാം, കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ, ഇഖാമത്ത് കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ വെളിയിൽ കറങ്ങി നടക്കുന്ന ആളുകളില്ലയോ? ജുമാ ജമാഅത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലെത്തിയാൽ തന്നെ പള്ളിക്കകത്തളത്തിലേക്ക് കയറാൻ മടിച്ചുകൊണ്ട് ബാത്റൂമിന്റെ വെളിയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്നവരില്ലയോ? ടോയ്ലറ്റിൽ പോയിരുന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് സമയങ്ങളെ കളയുന്നവരില്ലയോ? വധുവിന്റെ ടാപ്പ് തുറന്നു വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സമയങ്ങളെ പാഴാക്കുന്നവരില്ലയോ? റവാത്തിബ് സുന്നത്തുകൾ പള്ളിയിൽ കയറിയാൽ തന്നെ പോലും മടിവെച്ചുകൊണ്ട് നിസ്കരിക്കാത്തവരില്ലയോ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്ന പെങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. വഇദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നിസ്കാരത്തെ അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ഉപ്പയുണ്ടോ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്കിനെ ശ്രദ്ധിക്കാത്തവനാണ്, ആ ബാങ്കിന് ജാബത്ത് കൊടുക്കാത്തവനാണ്, ആ ബാങ്കിനെ നിസാരവൽക്കരിക്കുന്നവനാണ്, കൃത്യമായി നിസ്കാരത്തെ ശ്രദ്ധിക്കാത്തവനാണ്, തോന്നുമ്പോൾ നിസ്കരിക്കുന്നവനാണ്, തോന്നുമ്പോൾ സ്വല്ലിയാണ് എങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, നിന്റെ നമസ്കാരം അള്ളാന്റെ ദർബാറിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോ വഅലൈഹാ ഗുൽമാ, ആ നിസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്. നേരത്തെ സമയത്ത് നിർവഹിച്ച നിസ്കാരത്തെ പോലെ പ്രകാശമില്ല, പ്രകാശമില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം ആകാശത്തേക്ക് നിന്റെ നിസ്കാരം ഉയരുമ്പോൾ ആ നിസ്കാരത്തെ മലക്കുകൾ തടയുകയാ, കടത്തിവിടുകയില്ല, കടത്തിവിടുകയില്ല. തുറത്തുൽ മലായികതു സ്വലാതഹു. നിന്റെ നമസ്കാരത്തെ ഒന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ മലക്കുകൾ ഇതാ മടക്കി അയക്കുകയാണ്, മലക്കുകൾ തിരിച്ചുവിടുകയാണ്. മലക്കുകൾ കബൂലാക്കുന്നില്ല. അള്ളാഹുവിന് നിന്റെ നിസ്കാരം വേണ്ട, കാരണം നിന്റെ യജമാനൻ നിന്നോട് രാവിലെ 10 മണിക്ക് വരണം ഓഫീസിൽ എന്ന് പറഞ്ഞപ്പോ കൃത്യമായ 10 മണിക്ക് തന്നെ നീ നേരത്തെ എത്തിയവനാണ്. രാവിലെ സുബഹിയുടെ സമയത്ത് പള്ളിയുടെ മുന്നിൽ വന്നാൽ നിനക്ക് ഞാൻ 500 രൂപ തരാമെന്ന് നിന്റെ യജമാനൻ പറഞ്ഞപ്പോ 4 മണിക്ക് തന്നെ കുളിച്ചൊരുങ്ങിക്കൊണ്ട് ആ പള്ളിയുടെ മുറ്റത്ത് നീ വന്നവനാണ്. പക്ഷേ സുബഹിയുടെ ബാങ്കിന് വില കൊടുക്കാത്തവനാണ്, 500 രൂപയുടെ വില പോലും നീ നിസ്കാരത്തിന് കൊടുക്കാത്തവനാണ്. നേർച്ചകളുടെ പേരിൽ നിനക്ക് കിട്ടുന്ന വചീനം അത് ദുഹർ നിസ്കാരത്തിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്.
നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ, എന്നെ സമയത്ത് നിർവഹിക്കാത്തതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കട്ടെ. നിനക്ക് അപകടങ്ങൾ ഉണ്ടാവട്ടെ, ദുരിതങ്ങൾ ഉണ്ടാവട്ടെ, നിനക്ക് വിപത്തുകൾ ഉണ്ടാകട്ടെ, നിനക്ക് വൈഷമ്യങ്ങൾ ഉണ്ടാകട്ടെ, നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതിരിക്കട്ടെ. ഇതാ നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായിക ആമീൻ. ഈ ദുനിയാവിലുള്ള കോടാനുകോടി മലക്കുകൾ അവർ ആമീൻ പിടിക്കുമത്രേ. ഇസ്തജിബ് യാ അല്ലാഹ്, ഈ നിസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഇവനെ ഇടങ്ങേറിലാക്കണേ അല്ലാഹ്. നിന്നെ പരിഗണിക്കാത്തവനെ ഇവനെ ബുദ്ധിമുട്ട് നൽകണേ അല്ലാഹ് എന്നുള്ള നിസ്കാരത്തിന്റെ ദുആയില് ആമീൻ പിടിക്കും മലക്കുകളെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരുടെ കാര്യം പറയുന്നത്? നിസ്കരിക്കുന്നവന്റെ കാര്യം. അതാണ് നമ്മുടെ വിഷയം. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയത്തല്ല, തോന്നുമ്പോൾ നിസ്കരിക്കാത്തവനെ കുറിച്ച് നമുക്ക് ചർച്ച തന്നെ ഇല്ല. നമുക്കും അവിശ്വാസികൾക്കിടയിൽ ആകെയുള്ള ഒരു ഐഡന്റിറ്റി, ആകെയുള്ള ഒരു കരാറ് നിസ്കാരമാണ്. പള്ളി 5 വക്കത്ത് പോകുമ്പോഴാണ് തിരിയുന്നത്, ഇവൻ അബൂബക്കറാണ്, ആള് മുസ്ലിമാണെന്ന് തിരിയാം. പള്ളിയിൽ പോയില്ലെങ്കിൽ പോയി വലിയ നിസ്കാരം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുക ആള് മുസ്ലിമാണെന്ന്. പേരിപ്പോ എത്രയോ പേര് അങ്ങനെയുണ്ട്. മുസ്ലിമിന്റെ പേര് എത്രയോ ആളുകൾക്ക് മുസ്ലിം സഹോദരിമാർക്കുണ്ട്. മുസ്ലിമത്താകുന്ന സഹോദരിമാരുടെ പേരുകൾ എത്രയോ പേരുണ്ട്. മുസ്ലിമിന്റെ പേരുകൾ കൊണ്ട് തിരിച്ചറിയൂല. പിന്നെ എങ്ങനെ അറിയാം? അവരുടെ ഐഡന്റിറ്റി നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കാരം വേണം. നിസ്കാരം എന്ന് മാത്രമല്ല, ആ നിസ്കാരം സമയത്താവണം. ആദ്യ വഖത്തിലാകണം. അതാണ് മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ് പിന്തിക്കാൻ പാടില്ല. അങ്ങനെ പിന്തിക്കുന്നവരുണ്ട്. വെറുതെ പറയല്ല. നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരെ എടുത്തു നോക്ക്. മിക്ക സഹോദരിമാരും ളുഹർ നിസ്കരിക്കുന്നത് അസ്ർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പാണ്. വെറുതെ പറയില്ല. ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ്, എല്ലാ തിരക്കുകളും കഴിഞ്ഞ്, കുളിച്ച് റെഡിയായി റാഹത്തായി മുസല്ല വിരിക്കുമ്പോഴത്തേക്കും അസ്ർ ബാങ്ക് വിളിക്കാൻ ടൈമായിട്ടുണ്ടാവും. വേഗം സലാം വെട്ടുമ്പോഴത്തേക്കും പള്ളി ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും. ബാങ്ക് വിളിച്ചില്ലെങ്കിൽ ഇക്കാട് പരാതിയും പറയും, ആ മോദിനെ മാറ്റിയേക്കണം, കാരണം നമുക്കൊരു സമയത്ത് വിളിക്കുന്നില്ല എന്ന് പറയില്ല. അത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഡെയിലി ചെയ്തു വെച്ചിരിക്കുക. അപ്പൊ എന്തായി? ആ ആദ്യ വഖത്തിന്റെ ആ ഒരു ശ്രദ്ധ, അതിന്റെ കൂലി ഇല്ലാതെ പോയി. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് നമ്മുടെ ചർച്ച. നിസ്കരിക്കുന്നവരെ കുറിച്ചേ ചർച്ചയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. والذين يصلون ما أمر الله به أن يوصل ويفسدون في الأرض والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. നിസ്കാരം ചിട്ടവെക്കുന്നവർ അക്കൂട്ടത്തിൽ നമ്മൾ പെടണം. സമയത്ത് നിർവഹിക്കുക. ഇഖാമത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. നിസ്കാരം ചിട്ടവെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തോന്നുമ്പോൾ നിസ്കരിക്കുന്നില്ല. ഖുർആൻ എല്ലാം എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആത്തു സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കണേ. അതോടൊപ്പം തന്നെ ഇഖാമത്ത് സലാത്ത്, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിന്റെ സമയത്ത് നിർവഹിക്കുക. അങ്ങനെ തന്നെയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആനും അതിനെയാണ് പഠിപ്പിച്ചത്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീൻ കിതാബം മൗഖൂതാ. തീർച്ചയായും മുഅ്മിനീങ്ങളുടെ മേലുള്ള നമസ്കാരം അത് സമയബന്ധിതമാണ്, സമയനിർണിതമാണെന്ന് വിശുദ്ധ ഖുർആൻ.
കിതാബൻ മൗഖൂത, സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കണം. നമ്മുടെ ഇഷ്ടത്തിനല്ല. അതിനാണ് 5 വഖത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറുപ്പക്കാര് എത്രയോ സഹോദരങ്ങൾ നമ്മൾ പള്ളിയിൽ കാണുന്ന, പ്രത്യേകിച്ച് ഉസ്താദുമാർ സ്ഥിരമായി കാണും. ളുഹറിന് വന്നിട്ട് ഇങ്ങനെ കൈവർത്തിക്കുക, ഹൈവാ പള്ളി വന്നിട്ട് എന്താ സംഭവം, കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കാൻ, സുബഹിസ്കരിക്കാൻ വരൂല. എന്നിട്ട് സ്ഥിരമായി ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പള്ളി വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, കുനൂത്ത് ഓതുക. അത് പരസ്യമായിട്ട് ചെയ്യാൻ ഒളിച്ചെങ്കിലും അതില്ല. ജുമായിക്കം വന്നിട്ട് ചിലർ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം എന്താ, ഞാൻ സുബഹിയൊക്കെ നിസ്കരിക്കുന്നതാണെന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. എപ്പോഴാണ് നിസ്കരിക്കുന്നതായവൻ 12:45 ഉച്ചയ്ക്ക്. എന്നിട്ട് ഫ്രണ്ടിൽ വന്നാൽ നിൽക്കുള്ളൂ, എല്ലാവരും കാണട്ടെ. ഇതെല്ലാം ഇന്ന് നടക്കുന്ന നമ്മൾ കാണുന്ന, നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. അതൊക്കെ ഒരു നാണക്കേടുള്ള വിഷയം പോലുമായി നമ്മൾ ഇന്ന് ഗണിക്കുന്നില്ല. അതൊക്കെ വലിയൊരു സംഭവമാണ്. കാരണം വലിയ നിസ്കാരമാണ്. ഇതേ ഉള്ളൂ ജീവിതത്തിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഡെയിലി ഒരു ദിവസം ഒരു മനുഷ്യനാണ് അലാറം വെച്ചിട്ട് ഉറങ്ങിപ്പോയി, അവന്റെ ജീവിതത്തിൽ അവൻ എഴുന്നേറ്റ് 7 മണിക്ക് എഴുന്നേറ്റോ, അങ്ങനെ നിസ്കരിച്ച് കലാ വിട്ട്. അതല്ല, ഇത് എഴുന്നേക്കുന്നത് തന്നെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ കിടക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത്. നമ്മുടെ മക്കളെയൊക്കെ സത്യം പറഞ്ഞ ജീവിതം പഠിപ്പിക്കണം. ജീവിതം എന്താണെന്ന് മക്കൾ അറിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാനത്തിലുള്ള ഒരാള് രത്നവ്യാപാരി അദ്ദേഹത്തിന്റെ മകനെ ജീവിതം പഠിക്കാൻ വേണ്ടി കൊച്ചിയിൽ പറഞ്ഞുകൊണ്ട്, യൂട്യൂബിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. രത്നവ്യാപാരി അദ്ദേഹത്തിന്റെ മകനെ ജീവിതം പഠിക്കാൻ വേണ്ടി 600 കോടിയോളം സ്വന്തമായി ആസ്തി ഉള്ളതാകുന്ന അദ്ദേഹം സ്വന്തം മകനെ ജീവിതം പഠിക്കാൻ വേണ്ടി കൊച്ചിയിൽ ഫ്ലൈറ്റിൽ ഇറക്കി 1000 രൂപ പോക്കറ്റിലിട്ട് കൊടുത്തു. ഈ 1000 രൂപ കൊണ്ട് 6 മാസം നീ കഴിച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അവൻ അവിടെ ഇറങ്ങി ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി ജോലി അന്വേഷിക്കാൻ, കീറിയ തുണിയും വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുന്നവന് ജോലി കിട്ടിയില്ല. അവസാനം ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ വേണ്ടി ജോലി കിട്ടി. പാചകം ചെയ്യാനൊന്നും അറിയില്ലല്ലോ, കാരണം അതേ രീതിക്ക് നല്ല 5 സ്റ്റാർ രീതിയിൽ ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ ഈ വന്ന് പാത്രമൊക്കെ കഴുകി റാഹത്തായി കുറച്ച് ദിവസം അങ്ങനെ നിന്നു. 6 മാസത്തോളം അവിടെ ജോലി എടുത്തു. 6 മാസത്തിന് ശേഷം ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 ദിവസത്തെ ലീവ് ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് കിട്ടിയ ശമ്പളവുമായി ജീവിതം പഠിച്ച് അദ്ദേഹം പോവാണ്. ഇതിനിടയിൽ 10,000 ആ ഹോട്ടലിൽ വന്നു. ആ ഹോട്ടലിൽ വന്നവരുടെയൊക്കെ മലിനമാക്കപ്പെട്ട പ്ലേറ്റ്, അവർ ചവച്ചു തുപ്പിയതാകുന്ന മാലിന്യങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റിയൊരു പ്ലേറ്റിലിട്ട് അദ്ദേഹം കഴുകി ശുദ്ധീകരിച്ചു. കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തിയുടെ മകൻ. ചിന്തിക്കണം, ജീവിതം പഠിക്കാൻ പറ്റതാണ്. നമ്മുടെ മക്കൾക്ക് എന്താ കുഴപ്പം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല റാഹത്ത്, കാടമുട്ട പുഴുകി 5 എണ്ണം വെച്ചിരിക്കുക, എടുത്തടിക്കലല്ല. അതില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ബഹളം, അംഗം കാണിക്കും. താറാമുട്ട പുഴുകി വെച്ചിരിക്കുന്നു, 1 ഗ്ലാസ് പാല്, അതുപോലെ ഹോർലിക്സ് ഇട്ട് കലക്കിയത് വേണം. 9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ്. അല്പം വൈകിയാൽ ഉമ്മയെ ചീത്തപൊടി, വാപ്പായോട് അങ്ങനെ പറയുന്നത് ഭയങ്കര, എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി, ബസ് വരെ ടൈമായി, എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു. ഉച്ചക്കത്തേക്കുള്ള ആഹാരം വരെ ടിഫിൻ ബോക്സ് ആക്കി റെഡിയാക്കി. ഒരു മുട്ട കൂടി പൊരിച്ച്, കറിയില്ലെങ്കിൽ ഒരു മുട്ട കൂടി ഓംലേറ്റ് അടിച്ച് അതിനകത്ത് വെച്ചിട്ടും അവനെ ടിഫിൻ ബോക്സ് റെഡിയാക്കും. ഉച്ചയ്ക്ക് നല്ലതുപോലെ കഴിച്ചു. ഇതിനിടയിൽ ഇന്റർവ്യൂ സ്കൂളിൽ തന്നെ ഉണ്ടായ ക്യാൻറ്റീനിൽ പോയി റാഹത്തായി അവിടെ കിട്ടുന്നത് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന വഴിയിൽ കടയിൽ കയറി പപ്സ് ചായ കഴിച്ചു. എന്നാലും വീട്ടിൽ വന്ന് വീണ്ടും ഉള്ള ഉച്ചയ്ക്കുണ്ടാക്കിയ സ്പെഷ്യൽ ആഹാരം കൂട്ടിയിട്ട് വീണ്ടും വന്ന് ഉണ്ടു. മദ്രസയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ട്യൂഷന് പോകുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് വീട്ടിൽ വന്നു, കുറച്ചു നേരം പഠിച്ചു എന്ന് കരുതി പിന്നീട് മാറി കിടക്കുന്നു. ഖുർആൻ ഓതുന്നില്ല, ദിക്റില്ല, നിസ്കാരമില്ല, സ്വലാത്തില്ല. എന്തൊരവസ്ഥയാണ്! എല്ലാം കൊടുക്കുന്നുണ്ട് മക്കൾക്ക്, ഭക്ഷണം കൊടുക്കുന്നു. എന്തുകൊണ്ട്? മക്കൾ ജീവിതം പഠിക്കുന്നില്ല, പട്ടിണി അറിയില്ല. പഴയ തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ മക്കൾ തീരെ പട്ടിണി അറിയില്ല. 3 നേരം ഭക്ഷണം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആവശ്യാനുസരണം അവർ ചോദിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും. ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മുടെ മക്കൾ സ്വന്തമായി എടുത്തു കുടിക്കില്ലല്ലോ. അതിനൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു കഴിക്കാനുള്ളതാകുന്ന രീതി പോലും 30 കഴിഞ്ഞതും 40 കഴിഞ്ഞതുമാകുന്ന, കല്യാണം കഴിഞ്ഞിട്ടുള്ളതാകുന്ന ഭർത്താക്കന്മാരും മക്കൾ പോലും താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും വിളിക്കും, ഉമ്മ വെള്ളം എടുത്തോളൂ, തൊട്ട് മുന്നിലുണ്ടാവും വെള്ളം, പിന്നീട് അങ്ങനെ എടുത്തതാണ്. അത്രത്തോളം അലസത വന്നുപോയി. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അപ്പൊ മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുന്നു, പള്ളിയിൽ കൊണ്ടുപോയി നിലച്ചു കൊടുക്കുന്നു, സാധുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. വാങ്ങുന്ന സദസ്സിൽ 500, 1000, 10,000 ഒക്കെ കൊടുക്കുന്നു. എന്റെ മകനൊക്കെ സ്വാമിയായി കെട്ടണം. മക്കളെ തിന്നാൻ കൊടുക്കുന്നതിനല്ല കാര്യം, ഭക്ഷണം കൊടുക്കുന്നതിനല്ല കാര്യം, മക്കൾക്ക് തീ കൊടുക്കണം.
സമസ്തയുടെ സിലബസിൽ പ്ലസ് വരെ പഠിച്ചിറങ്ങിയ മക്കൾ തന്നെ എത്രയോ മക്കൾ മോശപ്പെട്ട രീതിയിൽ പോയിട്ടുണ്ട്. എങ്ങനെ അവരുടെ പിന്നീടുള്ള ജീവിതം കൃത്യമായി നിസ്കാരം നിലനിർത്താത്തതിന്റെ പേരിൽ ആ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത്. ഒരുപാട് പഠിക്കുക എന്നതിനുപരി ആ പഠിച്ചത് ജീവിതത്തിൽ നിലനിർത്തുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാനാണ് വേണ്ടത്. മദ്രസയിൽ പഠിച്ച് വീട്ടിൽ വന്നു ചോദിക്കണം അവരോട് ഇന്നത്തെ സൂറത്താണ് പഠിപ്പിച്ചത്, ഇന്ന് ഇന്ന സൂറത്താണ് പഠിപ്പിച്ചത്, എന്നാൽ അതൊന്ന് ഓതുന്നവരെ മക്കളെ കൊണ്ട് ഓദിക്കണം. എല്ലാ ദിവസവും മക്കൾ ഓതുന്നത് കേൾക്കണം. മക്കളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കണം. പെൺമക്കളാകട്ടെ ഉമ്മ അവളെ മുന്നിൽ നിർത്തിയിട്ട് അവളെ ഇമാമത്ത് നിർത്തിയിട്ട് ഉമ്മ പുറകിൽ നിന്നുകൊണ്ട് മക്കളുടെ ഓത്തുകൾ ആസ്വദിക്കണം. അപ്പോൾ അവളുടെ നിസ്കാരത്തിന്റെ ഒരു ശീലം വരും. ചെറുപ്പത്തിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പിടിച്ച് ഇമാമത്ത് നിർത്തുന്നതിൽ ഒരു കൗതുകം തോന്നിയിട്ട് അവൾക്ക് വലിയ റാഹത്തുള്ള മാനസികമായ ഒരു സംതൃപ്തി, നിസ്കാരത്തോടുള്ള ഒരു താല്പര്യം വരും. കാരണം ഞാൻ എന്തോ വലിയൊരു പഠിച്ച വ്യക്തിയാണെന്നൊരു തോന്നൽ, അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റാണ്. ഉപ്പയും അങ്ങനെ ചെയ്യണം. ഇടയ്ക്ക് മക്കളെ മുന്നിൽ നിർത്തിയിട്ട് മോനെ ഇമാമതിക്കെന്ന് പറഞ്ഞത് ഉപ്പയും അങ്ങനെ ചെയ്യണം. മക്കൾ നന്നാവും, അവർക്ക് നിസ്കാരം ചുറ്റു വരും. അടുത്ത മുഖത്താൻ ഉപ്പാട് പറയും കാരണം എന്താ, അവർ ഇമാമ നിൽക്കാനുള്ള ത്വരയാണ്, അവർ നിസ്കരിക്കാനുള്ള ഒരു കൗതുകമാണ്. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്നിട്ട് യാസീൻ സൂറത്ത്, ഒരു സൂറത്തിൽ വാക്കിയാണ്, ഒരു സൂറത്തിൽ മുൽക്ക്. എന്ത് സന്തോഷമാണ് ആ ജീവിതത്തിന്, ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. എന്നിട്ട് മക്കൾ ഒരുമിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കും, കുടുംബവുമായി ഒരുമിച്ചിരുന്ന സന്തോഷം പങ്കിടും. എവിടെയാണ് ജീവിതത്തിന്റെ പ്രശ്നമുണ്ടാകുക? ഒരു GSTയും ഒരു വിഷയവും നമുക്കുണ്ടാവില്ല. നമ്മൾ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ വൈകുന്നേരം പറയുകയാണ് قال رسول الله صلى الله عليه وسلم إذا غربت الشمس ينتشر الشياطين فاقتفوا صبيانكم واحبسوا مواشيكم. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിശാച് പരക്കുന്ന സമയമാണ്, പിശാച് പരക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണേ, പിടിച്ചു വെക്കണേ. ചെറുപ്പത്തിലുള്ള കുട്ടികളെ പ്രായപൂർത്തി എത്തുന്ന പിച്ചോമനമക്കളെ വീടിനകത്തളങ്ങളിൽ പിടിച്ചു വെക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹ്ബിസൂ മവാശിയകും, നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം വൈകുന്നേര സമയത്താണ് പിശാച് പരക്കുക, ആ സമയത്ത് മക്കളുമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ അവർക്ക് പൈശാചിക ബാധ വേഗം കേൾക്കും, നിങ്ങളെക്കാൾ കൂടുതൽ. കുട്ടികളുടെ പേരിട്ടാണ് വേഗം കേരള കൊച്ചുകുട്ടികളുടെ മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോൾ ഇടയ്ക്ക് പറയാൻ കാരണം ഏർവാടിയിലാകട്ടെ മറ്റു മഹാമുകളിലൊക്കെ മിക്കപ്പെടുന്ന പല പാപത്തികൾ പരിപൂർണ്ണ ശമനം നൽകട്ടെ. കേൾക്കുമെന്നുള്ളതാണ് പ്രബല വലിയൊരു വിഷയമാണ്, വലിയൊരു സബ്ജക്ട്. ഒരു വിഷയം വരുന്നുണ്ട് നമ്മുടെ അഴീക്കോട് ചെട്ടിയിൽ. ആ വിഷയത്തിന് തന്നെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ വലിയൊരു സബ്ജക്റ്റാണ്. ഉണ്ടാകുമെന്നുള്ളതാണ്. പിശാച് കടന്നു വരും, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ കടക്കും മുഹമ്മദ് റസൂലുള്ളാഹി. തുറക്കപ്പെട്ട ദ്വാരം. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വായ്പോട്ട് വിടുന്ന സന്ദർഭത്തിൽ ഇടത് കൈ കൊണ്ട് പരിപൂർണമായി അടച്ചു പിടിക്കണേ ഹബീബ് റസൂലുള്ളാഹി. എന്താ കാര്യം? ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. قال رسول الله صلى الله عليه وسلم إذا تثاءب أحدكم فليمسك على فيه فإن الشيطان يدخل عليه. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
ഒരു വ്യക്തി വായിക്കോട്ട് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും വായിക്കോട്ട് വിട്ടാൽ പരിപൂർണമായ ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കണേ. കാരണം പിശാച് പ്രവേശിക്കാൻ കാരണമാണ്. അതുകൊണ്ടല്ലേ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കടന്ന സമയത്ത് നമ്മൾ പിശാചിനെ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ കയറുമ്പോൾ തലമറച്ച് ഇടതുകാലം കൊണ്ട് നമ്മൾ കാല് വെച്ച് ഒരു ദുആ ചെയ്യും. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി. അല്ലാഹുവേ പടച്ചറബേ, ആൺപിശാചുകളെ തൊട്ടും പെൺപിശാചുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി. ആൺപിശാചുകളെ തൊട്ടും പെൺപിശാചുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. അപ്പം ബാത്റൂമിലേക്ക് കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ദുആ ചെയ്യാൻ നബിതങ്ങൾ പഠിപ്പിച്ചത്, ബാത്റൂമിനുള്ളിൽ നമ്മുടെ ദ്വാരങ്ങൾ തുറക്കപ്പെടുക, തുണി മാറ്റും. അപ്പം മുൻപിൻ ഭാഗങ്ങൾ തുറക്കപ്പെടും, പിശാച് കിടക്കും. അതുകൊണ്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ പിശാചിനെ തൊട്ട് കാവൽ നേടണേ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില പെണ്ണുങ്ങൾ ഒന്നുകൊടുക്കാൻ കയറിയതായിരിക്കും, 1 മണിക്കൂർ എടുക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ. കുളിക്കാൻ കയറിയ അങ്ങനെ ഇരിക്കും, സോപ്പ് തേച്ചാൽ സോപ്പ് കൊണ്ട് തീർന്നു. സോപ്പ് വാങ്ങിച്ചു വെച്ചാൽ 10 ദിവസം കൊണ്ട് തീർന്നു. കുളിച്ചിറങ്ങിയതാണ്. കാരണം അതിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, വീണ്ടും കുളിച്ച് വീണ്ടും വെട്ടിച്ച് പിന്നെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുക, ഊർത്ത്. വാട്ടർ ഡേ ആയിരുന്നു കഴിഞ്ഞ മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ, മാർച്ച് 22. എന്താ സംഭവം? ലോക ജലദിനം. ഒരു വെള്ളത്തിന് വേണ്ടി ഒരു ദിവസം തന്നെ മാറ്റിവെച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഭാഗത്ത് വെള്ളം തീരെ കിട്ടാനില്ല. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വരൾച്ചയാണ്, വെള്ളമില്ലാത്ത വന്നിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ന്യൂസാണ് ഈ പറയുന്നത്, കോടിക്കണക്കിന് ഡോളറുള്ളവർ അവർക്ക് ഗവൺമെന്റ് ആകെ കൊടുക്കുന്നത് 42 ലിറ്റർ വെള്ളമാണ്. 42 ലിറ്റർ എല്ലാ ദിവസവും അവർ കന്യാസമായി വരുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ പിടിച്ചു കൊടുക്കും. കിലോമീറ്ററോളം ആളുകൾക്ക് കിലോമീറ്ററുകളോളം കുടങ്ങളുമായി കാത്തു നിന്നിട്ട്, മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട്, എല്ലാ ദിവസവും വലിയ വലിയ ഉദ്യോഗസ്ഥർ, കോടികളാണ് അവരുടെ ആസ്തി, ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് മാസം മാസം വരുമാനം. പക്ഷെ വെള്ളമില്ല. ടിക്കാൻ നമ്മളിങ്ങനെ ദൂരത്തടിച്ച് കളയാം. എന്താണ് അവസ്ഥ? ചിന്തിച്ചു നോക്ക്. ലക്ഷക്കണക്കിന് ആസ്തിയുണ്ടായിട്ട് കാര്യമുണ്ടോ? വെള്ളം അല്ലാഹു തരട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തത്തിന്റെ അവസാനം, 114 സൂക്തത്തിൽ ഒരു സൂക്തത്തിന്റെ അവസാനമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്തുള്ളത്. അല്ലാഹയെ വിളിച്ചു പോകും. ആ സൂറത്ത് ഓതി കഴിയും അവസാനം. ഏതാണത്? സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന സൂക്തത്തിന്റെ അവസാനം. അല്ലാഹു ഒരു ചോദ്യം കൊണ്ടാണ് നിർത്തുന്നത്. ഖുൽ ഇന്നസ്ബഹതും മാഉകും ഔറാ ഇന്നസ്ബഹ മാഉകും ഔറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ ശുദ്ധമായ വെള്ളത്തെ വറ്റിച്ച് കളഞ്ഞാൽ, ഇല്ലാതാക്കി കളഞ്ഞാൽ, ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ആരാണ്? മുഅ്മിനീങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പറയണമത്രേ, അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. ഈ ലോകത്തുള്ള സർവ്വ തടാകങ്ങളും ജലാംശങ്ങളും മുഴുവനും വറ്റിച്ചു കളഞ്ഞാൽ, വെള്ളം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞാൽ, അല്ലാഹുവിനല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. യുദ്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഞാനിപ്പോൾ പറയാൻ കാരണം, കുളിക്കുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് എത്ര പരിപാടികൾ പള്ളിയിലല്ലേ? അപ്പൊ നമ്മൾ മാസൂര് കൊടുക്കുന്നില്ല, 20 രൂപ കൊടുക്കുന്നുണ്ട് മാസൂര്. വെള്ളം ഇഷ്ടംപോലെ ഇങ്ങനെ തുറന്നു വെക്കുക. ഹൗദിൽ നിങ്ങൾക്ക് ഒരു എടുക്കില്ല. ഹൗദ് വലിയ റാഹത്താണ്. പഴയ കാലത്ത് ഒരു ചിന്ത നോക്കണം, വെള്ളം ഊർത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഹൗദ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഹൗദിൽ നമുക്ക് ഒരു എടുക്കാറില്ല.
ശരീഅത്തിന്റെ നിയമമല്ലേ? ഉലമാക്കൾ വ്യക്തമാക്കിയില്ലേ? അത് ശുദ്ധീകരിക്കപ്പെട്ടതല്ലേ? പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തന്ന മസലയല്ലേ? അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. എത്ര വെള്ളമാണ് നമ്മുടെ ദൂരത്തുകളിലേക്ക് കുളിക്കുന്ന സന്ദർഭത്തിൽ ഒരു ബക്കറ്റ് കൊണ്ട് ആരാ കുളിച്ചു തീർക്കാൻ? ഇല്ലല്ലോ. കുളിക്കാനോട് കയറുമ്പോഴേ ബക്കറ്റ് തുറന്നു വെക്കുന്നു. അറിയുന്ന സമയത്ത് കുളി അങ്ങോട്ട് തുടങ്ങും. ഇങ്ങനെ തലവഴി വെള്ളം പൈപ്പ് നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര തുറക്കാവോ അത്രയും കോഴ്സിലിട്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്രയും തുറന്നാല് അത് അത്രേ ഉള്ളൂ. ഇനി വെട്ടി പോകും. അതുകൊണ്ട് അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ കോരി ഒഴിക്കുക. 15 കപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തലയിൽ തൊട്ട് നോക്കുക. തല നനഞ്ഞിട്ടില്ല. പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുളിച്ച് സോപ്പ് വെച്ച് ആഹത്തായിട്ടോ പോയിട്ടുണ്ടോ, ഓർക്കിട്ട് പോയിട്ടുണ്ടോ? കാരണം ഈ വെള്ളം മുഴുവൻ പുറകിലുണ്ടാവും. വെറുതെ പറയല്ല, ഇതാണ് പാഠം. പാഠത്തിൽ നിന്ന് ആകെ കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഉപദേശം ഇതാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ അമൽ ചെയ്യുന്ന വിഷയമാണ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. വെള്ളം ഒരൊറ്റ ബക്കറ്റിൽ വെള്ളം കൊണ്ട് തന്നെ ശൗചം ചെയ്ത് കുളിച്ചു ശീലിക്കണം. നമ്മൾ ശീലം പഠിക്കട്ടെ. നാളെ തന്നെ എടുക്കുക. ഒരു ബക്കറ്റ് വെള്ളമാകുമ്പോൾ നമുക്കത് പൂട്ടി വെക്കാം. എന്നിട്ടൊന്ന് കുളിച്ച് നോക്കുക. നമ്മൾ 3-4 കപ്പ് കൊണ്ട് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കാൻ ശ്രദ്ധിക്കുക. പറ്റും, ആഹത്തായിട്ട് പറ്റും. ഒരു കപ്പ് കൊണ്ട് തന്നെ ആഹത്തായിട്ട് തല നല്ലതുപോലെ കഴുകാൻ പറ്റും. ഒരു കൈ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് ഈ തല ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ 2 കപ്പ് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നവർ വരായാലും ഇരിക്കണം. ഫ്രീക്കറിന്റെ മുടി ഉള്ളിലോട്ട് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തല നല്ലതുപോലെ കഴുകിയിട്ട് പിന്നെ 2ാമത്തെ കപ്പ് വരത്ത് 3ാമത്തെ വെള്ളം നമ്മുടെ ശരീരത്തിനൊത്ത് ഓടിക്കുക. ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഒരു ബക്കറ്റ് കൊണ്ട് മതിയായെന്ന് വരില്ല, 2 ബക്കറ്റ് വേണ്ടി വരും. അടുത്ത ദിവസം എന്തായാലും കുറയ്ക്കാം. അങ്ങനെ കുറച്ച് നമ്മൾ ശീലിക്കണം. എന്നാൽ വെള്ളം കുടിക്കുന്നതിനൊന്നും നമ്മൾ കുറവ് വരുത്തണ്ട. കുടിക്കുന്നത് നമ്മുടെ ആഹാരം കഴിക്കുന്നതൊക്കെ കുറച്ച് ആഹത്തായിട്ട് കുടിച്ചോളൂ. നമ്മുടെ ശരീരം തന്നെ നിലനിൽപ്പാണ്. മറ്റുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത വെള്ളം നമ്മൾ കളയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് വെള്ളത്തെ കുറിച്ചാണ്. വെള്ളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചോദിക്കപ്പെടുകയാണ്. ആനുവാബന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ് ഇന്നി കുന്തു അഗ്സിലുൽ വുദുഅ ഫഖൂലു ഫീ നഫ്സി മാ വസൽതുഹു. എല്ലാ ദിവസവും ഒതുവെടുക്കുന്ന സമയത്തിൽ അഗ്നിശുദ്ധി വരുത്തുമ്പോൾ എന്റെ മനസ്സ് പറയും ഞാൻ കഴിയിട്ടില്ല. നിസ്കരിക്കാൻ ഞാൻ തക്ബീർ ചൊല്ലി കൈകെട്ടുകയാണ്. കൈകെട്ടിയതിന് ശേഷം എന്റെ മനസ്സ് പറയുകയാണ് ഞാൻ കൈകെട്ടിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്റെ വിഷയത്തിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു ഖൈല റഹിമഹുല്ലാ പറയുകയാണ് ലാ തജിബു അലൈക സ്വലാ. നിന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. നിനക്ക് നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല. വെള്ളം കൊണ്ട് കളിക്കുന്ന വ്യക്തി എങ്ങനെയുണ്ട്? വെള്ളം കൊണ്ട് കളിക്കുക. ഇങ്ങനെ ഹൗദിലെത്തിയിട്ട് കൈ ഇങ്ങനെ അടിയിട്ടിട്ട് വെച്ചിരിക്കും. ഓളമൊക്കെ നിശ്ചിട്ട് ഇവർ വെള്ളം എടുക്കുള്ളൂ. അങ്ങനത്തെ വസ്വാസിന്റെ ആളുകളുണ്ട്. ഇന്നുണ്ട്. ഒരു മഹലിലും എല്ലാ മഹലിലും ഒരാളെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ പള്ളിയാവില്ല. എങ്ങനെയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഓളമൊന്നും തന്നെ അങ്ങനത്തെ ആളുകൾ ഓരോ എടുത്ത് വരുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. അവരുടെ തല മുതൽ കാല് വരെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും. കുറെ കുളിച്ചായിരിക്കും വരുന്നത്. കുളിച്ചു വരും. മേല് മുഴുവൻ നനച്ചിട്ടുണ്ടാവും. വസ്വാസിന്റെ ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് നിസ്കരിക്കാൻ വന്നാലോ മാമ തക്ബീർ കെട്ടിയോടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പുറത്തു നിന്നൊക്കെ പിടിച്ചു വരുമ്പോഴേ ലാസ്റ്റ് ഇമാമ് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുകൂഇലോട്ട് പോയി കഴിയുമ്പോൾ ഇവന്റെ വസ്വാസൊക്കെ നിന്ന് അതുവരെ കാണിക്കില്ല. ഇങ്ങനെ നിൽക്കും. തക്ബീറിന്റെ ശ്രേഷ്ഠത നീ എന്താ മനസ്സിലാക്കാത്തത്? ഇമാമ് കെട്ടിയാലുടനെ ഇമാമിനോട് ചേർന്ന് നിയ്യത്ത് വെച്ചിട്ട് വേഗം തക്ബീറത്തുൽ ഇഹ്റാം അന്വരിച്ചു വരിക. അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അതാണ് അവ്വൽ തക്ബീർ എത്തിക്കാന്ന് പറഞ്ഞാൽ. അത് കിട്ടാതെ ഇങ്ങനെ മാറി നിൽക്കുക. ഒരാളുകൾ പള്ളിയിൽ കയറിയിട്ടുണ്ടാകും, എന്നാലും മാറി അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും. ആദ്യം പിന്നെ 2 റക്അത്ത് സുന്നത്ത് അഥവാ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പോലും നിസ്കരിക്കില്ല. നേരത്തെ വന്നതാ, പക്ഷെ പള്ളിയിൽ അവിടെ വാതിൽക്ക് പോയി എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതുമില്ല. ബാക്കിയുള്ളവരെ വിളിച്ച് 2 റക്അത്ത്
സുന്നത്ത് നിസ്കരിക്കൂല, തഹിയ്യത്ത് നിസ്കരിക്കൂല, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കൂല. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് വർത്താനം പറയാൻ ചാടി ഇറങ്ങും. അതിനുശേഷമുള്ള 2 റക്അത്ത് നിസ്കാരമില്ല. വിഷയങ്ങളാണ്, ചിന്തിക്കണം. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര പണ്ഡിതൻ ശാഫി മദ്ഹബിലെ മഹാനുഭാവനോട് ചോദിക്കപ്പെട്ടു, അല്ലയോ മഹാനുഭാവ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാനിങ്ങനെ ഒതുവെടുക്കുന്ന സമയത്ത് ഒതുവെടുത്തതിന് ശേഷം എന്റെ മനസ്സ് പറയും ഞാൻ ഒതുവെടുത്തിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടുണ്ടാകും, എന്നാലും എന്റെ മനസ്സിങ്ങനെ പറയും തക്ബീർ കെട്ടിയത് ശരിയായില്ല. അങ്ങനെ ഞാൻ വീണ്ടും കൈയടിച്ച് കെട്ടിക്കൊണ്ടിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, നിനക്ക് നിസ്കാര നിർബന്ധമില്ല. നിസ്കാര നിർബന്ധമില്ല. നിങ്ങളോട് മക്കൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ? വല്ലദീ യഗ്സിലു ഫഅഖൂലു ഫയഖൂലു ഫീ നഫ്സിഹി മാ വസലതുഹു വല്ലദീ യുകബ്ബിറു ഫയഖൂലു ഫീ നഫ്സിഹി മാ വസൽ മാ കബ്ബറതുഹു ഫഹാദാ മജ്നൂൻ വൽ മജ്നൂൻ ലാ തജിബു അലൈഹി സ്വലാ. ഒന്നുമെടുത്തിട്ടില്ല എന്ന് പറയുകയും കൈകെട്ടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നവൻ തലയ്ക്ക് സുഖമില്ലാത്തവനാണ്. തലയ്ക്ക് സുഖമില്ലാത്തവർ ഇസ്ലാമിൽ നിസ്കാരം നിർബന്ധമില്ല എന്നാണ് മസ്കര. അതുകൊണ്ട് നീ നിസ്കരിക്കേണ്ടത്. ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് അവിടെ പോയിരുന്നിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി പത്രമൊക്കെ വായിച്ചിരിക്കുക. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഫേസ്ബുക്കും വാട്സാപ്പും നോക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ടോയ്ലറ്റാണ്. കാരണം യൂറോപ്യൻ ക്ലോസറ്റിൽ പോയിരുന്ന സുഖമായിട്ട് അവിടെ ഇരിക്കാം. എല്ലാ സംഭവവും നോക്കി കഴിഞ്ഞു മൊബൈൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ കയറുക ആ സമയത്താണ്. പിന്നെ വൈറസ്. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണല്ലോ ടോയ്ലറ്റിനുള്ളിൽ ഹെൽത്തിന്റെ ആളുകൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ബ്രഷ് അവിടെ തൂക്കിയിടരുത് എന്ന് പറയാം. ബ്രഷ് അഥവാ ഇടുകയാണെങ്കിൽ ആ ബ്രഷിന്റെ തേൽക്കുന്ന ഭാഗം അതെന്തെങ്കിലും ഒരു മൂടുന്ന ഒരു കപ്പ് വെച്ചിട്ടേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ബാത്റൂമിലേക്ക് വെള്ളമൊഴിക്കുകയും അവിടെ തേച്ച് കഴുകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ പുറപ്പെടും. യൂറോപ്യൻ ക്ലോസറ്റിലുള്ളതാകുന്ന ആളുകൾ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ മൂടി അടച്ചിട്ട് വേണം ഫ്ലഷ് ചെയ്യാൻ. ഇവരത് ശ്രദ്ധിക്കില്ല, തുറന്നു വെച്ചിട്ട് തന്നെ ഫ്ലഷ് ചെയ്യും. ഇത് അടിച്ചു നേരം മുഖത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ടീരിയ വരും. നമ്മൾ കാണുന്നില്ലായിരിക്കും. ഹെൽത്തിന്റെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരികയാണ്. ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് മൂടി അതിനാണ്. അല്ലാതെ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഫ്ലഷ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിന്റെ മലിനം മുഴുവനും ഒരു ഫ്ലഷ്, ഒരു എയർ അതിന്റെ അടിയിൽ നിന്ന് അടിച്ചു വരുന്നത്. അത് നിനക്ക് അണുബാധയുണ്ടാകും. നമ്മളെ കാത്തിരിച്ചിട്ട് ആ അണുബാധ നമ്മുടെ ബ്രഷിലേക്കും വരും. മാത്രമല്ല പല്ല് തേക്കുന്ന ബ്രഷ് ഒന്ന് മറ്റൊന്നിലൂടെ ചേർത്ത് വെക്കരുത്. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില വീടുകളിൽ ബാത്റൂമിലാകട്ടെ, ബാത്റൂമിൽ കൊണ്ടൊന്ന് ഒന്നിച്ച് വെക്കും. അത് ക്യാമ്പില്ലാതെ വെക്കരുത്. അത് തന്നെ ഒരുമിച്ച് ഇങ്ങനെ വെക്കും. കാരണം വാപ്പാടെ പല്ലിന്റെ മോണയ്ക്ക് ഇടങ്ങേറുള്ളതാണ്. അന്ന് മകന് പോയെന്ന് 15 വയസ്സുള്ള മോന് പിന്നെ പെട്ടോടെ മോണയ്ക്ക് ഇടകാൻ തുടങ്ങി. എന്താ കാര്യം? ഈ ബ്രഷിന്റെ ഇത് അങ്ങോട്ട് കൂടി ചേർത്ത് വെച്ചാൽ ബാക്ടീരിയ അങ്ങനെയാണ് വരിക. ബാക്ടീരിയ തലയിൽ കെട്ടി ശാന്തി വരിക. ഇങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കാൻ ഞാനിത് പറഞ്ഞ ചില വിഷയങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പൈശാചിക ബാധ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന് വൈകുന്നേര സമയത്ത് നമ്മൾ കറങ്ങാൻ മക്കളുമായി നിസ്കാരം ശ്രദ്ധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, സുബ്ഹി നമസ്കാരം നിർവഹിക്കാത്തതായുന്ന വ്യക്തിയെ കുറിച്ച് അവിടുത്തെ അഭിപ്രായം എന്താണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذلك رجل قال الشيطان في أذنيه ذلك رجل قال الشيطان في أذنيه അവനൊരു മനുഷ്യനാണ്, അവന്റെ 2 ചെവികളിലും പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിക്കാത്തവന്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി. തടവി നോക്കിയിട്ട് നനവൊന്നും കാണുന്നില്ലല്ലോ. പൈശാചികമായ മൂത്രമൊഴിപ്പാണ്, നമ്മൾ കാണൂല. നനമുണ്ടാവുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നനമുണ്ടാവുകയില്ല. പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സുബഹി നിസ്കരിക്കാത്തവനും സുബഹി നിസ്കരിച്ചവരെയും 2 പേരുടെയും മുഖം നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഉസ്താദുമാർക്കറിയാം. അവർ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ രാവിലെ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നതാണോ അതല്ല രാവിലെ സുബഹി നിസ്കരിച്ചവന്റെ മുഖം ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ തിരിയും. കാരണം എന്താ? മുഖത്തൊരു പ്രകാശം ഉണ്ടാവും, ഒരു ആത്മീയതയുണ്ടാവും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുണ്ടാവലാണ് അനിവാര്യം. സുബഹി നിസ്കരിക്കണം, അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. അതിലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പറക്കൽ, ഏറ്റവും വലിയ ഐശ്വര്യം അവിടെയാണ്. അത് കഴിഞ്ഞ പിന്നീട് ഉറങ്ങാൻ പാടില്ല. ഉദയം വരെ നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കണം, വിക്രമായിട്ടിരിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഖൗമുൻ സല്ലു സുബ്ഹ വദകറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു മറതൻ താമതൻ താമതൻ താമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു സമൂഹം സുബഹി നിസ്കരിക്കുന്നവരാണ്. സുബഹി നമസ്കരിച്ച് ഉദയം വരെ അല്ലാഹുവിനെ ദിക്റിലായി തഹ്ലീലായി തസ്ബീഹിലായി തംജീദിലായി കഴിഞ്ഞോടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞോടുകയാണ്. അനക്കമടങ്ങാതെ കിബിലക്കമയുമായിരുന്നു കൊണ്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി കൂടുന്ന സഹോദര സഹോദരി തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉംറയുടെ പ്രതിഫലം മേടിക്കണോ, ജീവിതത്തിൽ ഉണ്ടാവണോ, 30,000 40,000 55,000 മുടക്കിക്കൊണ്ട് പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കാൻ കഴിവില്ലാത്തതാകുന്ന പാവപ്പെട്ടതാകുന്ന പതിയാശേരിയിലുള്ള ആയിരക്കണക്കിന് വിശ്വാസിനികളെ എല്ലാ ദിവസവും ഉംറ നിർവഹിച്ച പ്രതിഫലം ഇതാ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കണേ. ആ സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കൂടണേ. അങ്ങനെ ദിക്റിലായി നിങ്ങൾ കൂടിയാൽ തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചൊല്ലിക്കൂടുക തരട്ടെ. നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നീയത്തുള്ള അല്ലാഹു സാധൂകരിച്ചു തരട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, കഴിഞ്ഞിട്ടില്ല, സമയം കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. നീയത്തുള്ള അല്ലാഹു സാധൂകരിച്ചു തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്വതക്ക നൽകി നല്ല നീയത്തിൽ അല്ലാഹു നമ്മുടെ രോഗങ്ങൾ പരിപൂർണ്ണ ശമനമാക്കട്ടെ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുസ്ലിം സമുദായത്തിന്റെ ഐക്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നല്ല രീതിയിൽ അല്ലാഹു ഐക്യപ്പെടുത്തുമാറാവട്ടെ. പരസ്പര സ്നേഹ സൗഹാർദ്ദം നമ്മളിലുള്ളത് 10 മടങ്ങ് വർദ്ധിപ്പിച്ച് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മഹല്ലിൽ അല്ലാഹു ഐക്യം നൽകട്ടെ. പ്രത്യേകിച്ച് പ്രവർത്തകർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു വിശാലമാക്കട്ടെ. അവർക്ക് ആത്മീയമായ നേതൃത്വം നൽകുന്ന ഉമറാക്കൾ ഉലമാക്കൾ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മളെ പരിപൂർണമായി മോചിപ്പിക്കട്ടെ. സാമ്പത്തിക ഭദ്രത അല്ലാഹു നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിക്കണം, ഭാഗത്തേക്ക് നല്ല നിയ്യത്ത് വെച്ച് സംഭാവനകൾ നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അതാണ് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അത് ആദ്യ വക്തത്തിൽ വളരെ ശ്രദ്ധിച്ചേ പറ്റും. ആദ്യ വക്തത്തിൽ ശ്രദ്ധിക്കണം. അവിടെയാണ് വിജയം. ഒരു വ്യക്തി അദ്ദേഹം പറയാ, എന്റെ പെങ്ങൾ എന്റെ സ്വന്തം സഹോദരിയെ കൊണ്ടുപോയി ജന്നത്തുൽ ബഖീയിൽ ഞാൻ കബറടക്കി. കബറിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ അവർ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ തന്നെ തിരിച്ചെന്റെ വീട്ടിലേക്ക് ഓടി വന്നു. എന്നിട്ട് എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മളുടെ പ്രിയപ്പെട്ട മകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ കബറിൽ ശിക്ഷിക്കപ്പെടുന്നതായി, തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഉമ്മയോട് പറയുമ്പോൾ ഉമ്മ പറഞ്ഞു, വഹിയ ദാക്കിറത്തുൻ ആബിദ, അവൾ നല്ല ദിക്ർ ചെല്ലുന്നവളും ഇബാദത്തെടുക്കുന്നവളുമാണല്ലോ, പിന്നെന്ത് പറ്റി? രണ്ടുപേരും ചർച്ചയിലാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിക്ക് ഒരു പ്രശ്നമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ അവളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ പറയുകയാണ്, സൗഫാ
കുറച്ച് കഴിയട്ടെ ഉമ്മ, കുറച്ച് കഴിയട്ടെ ഉമ്മ, അല്പം കഴിയട്ടെ ഉമ്മ. പള്ളിയുടെ ബാങ്കിനെ നിസാരപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനട് അല്പനേരം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടവള് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവള് നിസ്കരിക്കുക. നിസ്കാരത്തെ എപ്പോഴും ഭിന്നിപ്പിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ആ സ്വഹാബിയായ വ്യക്തിയുടെ ഉമ്മ പറഞ്ഞതെങ്കിൽ ഒന്ന് ചിന്തിക്കണേ സഹോദരാ, ഒന്ന് ചിന്തിക്കണേ ഉമ്മ. നിസ്കാരത്തെ ഭിന്നിക്കുന്നവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസുൽ ലാ തുഖബലു മിൻഹും സ്വലാത്താ. സ്വഹാബാ മൂന്ന് കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ കബൂലാക്കുകയില്ല, നിസ്കാരത്തെ സ്വീകരിക്കുകയില്ല. പതിയാശേരിയിലുള്ള പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അതിൽ ആദ്യത്തെ വിഷയമാണ് നമ്മുടെ വിഷയം. ഒന്നാമത്തതാണ് മർമ്മപ്രധാനമായ വിഷയം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൂന്ന് കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ സ്വീകരിക്കുകയില്ല. യഅതി സ്വലാത ഇദബാറാ അയതിഹാ ബദഖതിഹാ. നിസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ? വൈകുന്നേര സമയത്ത് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ, അല്ലയോ പ്രിയപ്പെട്ട ഈ കാഴ്ച നമുക്കൊന്ന് കറങ്ങാൻ പോകണ്ടയോ? അയൽവാസികളെ കറങ്ങുന്നത് കണ്ടില്ലയോ? സുലൈമാൻ അവന്റെ ഭാര്യയുമായി പോയില്ലയോ? അബൂബക്കർ കൊണ്ടുപോയില്ലയോ? ഉസ്മാൻ കൊണ്ടുപോയില്ലയോ? നമുക്കും അതുപോലെ ഇന്ന മാളിലേക്ക് പോകണം, ഒന്ന് ലുലു മാള് കാണണമെന്ന് പറഞ്ഞിട്ട് എത്ര മാസമായി, വർഷങ്ങളായി ലുലു മാള് വന്നിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയെ നിർബന്ധിക്കുകയാണ്, ഭർത്താവിനെ ഇതാ ഭാര്യ നിർബന്ധിക്കുകയാണ്, മക്കളിതാ വാപ്പയെ നിർബന്ധം ചെലുത്തുകയാണ്. പാവപ്പെട്ട പിതാവ് അന്നന്നത്തെ ചെലവുകൾ ചുരുക്കിക്കൊണ്ട് കൃത്യമായി എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നറിയാതെ വിഷമിക്കുന്ന പാവപ്പെട്ടവനെ നിർബന്ധിച്ചുകൊണ്ടിതാ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. സ്വന്തം ഭർത്താവിന്റെ ചെലവനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടാത്ത സഹോദരി നീ ചെയ്യുന്നത് അപരാധമാണ്. ആ പാവപ്പെട്ടവന്റെ പോക്കത്തിലുള്ള പൈസ മുഴുവനും നീ ഹരിക്കുകയാണ്, ദൂർത്തടിക്കുകയാണ്. പാവപ്പെട്ടവനെ വിളിച്ചുകൊണ്ട് വാഹനത്തിൽ ഇതാ വൈകുന്നേര സമയത്ത് ഇറങ്ങുകയാണ്. ഇശാ മഗ്രിബുകൾ ഇതാ നിഷ്ഫലമാക്കുകയാണ്. മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയാണ്, മഗ്രിബിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തുകയാണ്. ആ പവിത്രമാക്കപ്പെട്ട സമയത്ത് ഇതാ നീ കറങ്ങി നടക്കുകയാണ്, പാർക്കിലേക്ക് പോവുകയാണ്, മാളിലേക്ക് പോവുകയാണ്. നിന്റെ വിലപ്പെട്ട സമയങ്ങളെ നീ ഇല്ലാതാക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചതുപോലെ മക്കൾക്ക് ഇതാ പൈശാചിക ബാധ ഏൽക്കുകയാണ്. രാത്രിയിൽ വീട്ടിലേക്ക് വന്നുകൊണ്ട് നീ തോന്നുമ്പോൾ നിസ്കരിക്കുകയാണ്. നിന്റെ മക്കളിതാ വാവിട്ട് കരച്ചിലാണ്, അവർക്കിതാ പൈശാചിക ബാധയെ തിരിക്കുകയാണ്. നേരം വെളുക്കുന്നത് വരെ നിലക്കാത്ത കരച്ചിലാണ്. രാവിലെ സുബൈക്ക് വന്നുകൊണ്ട് ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ എന്റെ പൊന്നുമോനിതാ കരച്ചിലാണ്, നിലക്കാത്ത കരച്ചിലാണ്, എന്റെ പൊന്നുമോള് നിലക്കാത്ത കരച്ചിലാണ്. കൊച്ചുമോളാണ്, പാവപ്പെട്ട പൊന്നുമോളാണ്, അവർക്കറിയില്ലല്ലോ കുഞ്ഞേ നിന്നെ കൊണ്ടുപോകരുതെന്നുള്ള അവർക്കറിയില്ലല്ലോ. നിന്നെ ഇതാ വാപ്പയും അമ്മയും പാർക്കിലേക്ക് വൈകുന്നേര സമയത്ത് കൊണ്ടുപോയപ്പോ, മാളിലേക്ക് കൊണ്ടുപോയപ്പോ, പല സ്ഥലത്തിലേക്ക് കൊണ്ടുപോയപ്പോ, സർക്കസ് കാണാൻ കൊണ്ടുപോയപ്പോ, ബസ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയപ്പോ പൈശാചിക ബാധയെ തിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചതാണ് പിശാച് പരക്കുന്ന സമയമാണ്, പിശാച് കറങ്ങി നടക്കുന്ന സമയമാണ്. പൈശാചിക ബാധ മക്കൾ കേൾക്കാതിരിക്കാൻ മക്കളെ വീട്ടിൽ പിടിച്ചു വെക്കണേ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് ആ പ്രവാചകന്റെ വാക്ക് വില കൊടുക്കാതെ ഇറക്കിക്കൊണ്ട് പോയ സഹോദരി, ഇന്ന് നീ വിഷമിച്ചിട്ട് കാര്യമില്ല, ഇന്ന് നീ വിലപിച്ചിട്ട് കാര്യമില്ല, ഇന്ന് നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. രാത്രിയിൽ വന്നുകൊണ്ട് 10 മണിക്ക് വീട്ടിലെത്തിയിട്ട് സുഭിക്ഷമായ അറേബ്യൻ ഫുഡ് കഴിച്ചുകൊണ്ട്, കബ്സ കഴിച്ചവർ, കുഴിമന്തി കഴിച്ചവർ, മഞ്ഞാലിയിൽ പോയി നല്ല അലുവ കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നവർ, സുഭിക്ഷമായി ഉറക്കമെന്നവർ, ആ ഉറങ്ങുന്നതിന് മുമ്പ് ഇതാ മഗ്രിബ് നിസ്കരിക്കുന്ന സഹോദരി, ലാ തുഖ്ബലുല്ലാഹു സ്വലാത്താ. നിന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇതേ രീതിയാണ് നീ
തുടരുന്നതെങ്കിൽ ഒരിക്കലും നിന്റെ നമസ്കാരം അല്ലാഹു ഖബൂലാക്കുകയില്ല. എല്ലാ ദിവസവും നിസ്കാരത്തെ അങ്ങനെ പാഴാക്കുന്നവരില്ലയോ? വൈകുന്നേര സമയമാകുമ്പോ ഭാര്യയും കുട്ടികളും ഒന്നിച്ച് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇശായും കഴിഞ്ഞ് തിരിച്ചു വരുന്നവരില്ലയോ? വീട്ടിൽ വന്നുകൊണ്ട് സമയം തെറ്റിക്കൊണ്ട് നിസ്കരിക്കുന്നവരെ നിസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അങ്ങനെ ചെയ്യാം. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ പറ്റിപ്പോയി അതല്ല, സ്ഥിരമാക്കുക. അങ്ങനെ സ്ഥിരം ചെയ്യുന്നവരുണ്ട്. വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരും, ഭാര്യയും വിളിച്ചോണ്ട് വൈകി നമുക്ക് ഭക്ഷണം ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, വെളിയിലോട്ട് പോവാം, എന്നിട്ട് മഗ്‌രിബൊക്കെ എല്ലാം കളഞ്ഞു കുടിച്ച് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുക. അതായത് മുസ്ലിം അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ മക്കൾ ഭയങ്കര കരച്ചിൽ, ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നേരം വെളുക്കുന്നതിന് വരെ കരച്ചിൽ, എന്ത് കൊടുത്തിട്ടും രക്ഷയില്ല. ബാക്കി അറിയാവുന്നൊക്കെ ഊതുക, എൻ്റെ മേത്ത് തന്നെ ശൈത്താൻ കയറി ഇഷ്ടം പോലെ ഇരിക്കുക, മഗ്‌രിബ് ഇശായൊക്കെ കഥാക്കിയിരിക്കുക, എന്നിട്ട് പിന്നെ ഊതി കൊടുത്താൽ പിന്നെ അങ്ങനെ ഉണ്ടാവും. വെള്ളം വിശാലും കൂടെ അങ്ങോട്ട് കയറും. പിന്നെ നേരം വെളുക്കണം, ഈ ഉസ്താദിനെ പോയി കാണണം, ഉസ്താദിനെ പോയി കണ്ടിട്ട് വേണം പിന്നെ മന്ത്രി ചോദിക്കാൻ, എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടാൻ. ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ? എന്നിട്ട് നീ വന്നിട്ട് നീ 11 മണിക്കാണെങ്കിൽ നിസ്കരിച്ചാൽ തന്നെയും ആ നിസ്കാരം സ്വീകരിക്കില്ല. എത്രയോ സഹോദരങ്ങളുണ്ട്, രാവിലെ സുബൈക്ക് പോവുകയാണ് പള്ളിയിലേക്ക്, പിന്നീട് ളുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശായില്ല, അതെല്ലാം കൂടി നിസ്കരിക്കുന്നത് അവൻ്റെ കച്ചവട തിരക്കുകൾ മുഴുവനും കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ പതിയാശ്ശേരി ജമാഅത്ത് പള്ളിയുടെ അങ്കണത്തിൽ വന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ പോയി തന്നെ നിസ്കരിക്കുകയാണ്. പക്ഷേ ളുഹർ ഖളാ ആണ്, പക്ഷേ അസർ ഖളാ ആണ്, മഗ്‌രിബ് ഖളാ ആണ്. ഇശയുടെ സമയത്ത് സർവരും ജംആക്കിക്കൊണ്ട് ഇത് മുഴുവനും നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ലാ തുഖ്ബലുല്ലാഹു സ്വലാത്താ, കാരണം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിർണിതമാണ്, നിസ്കരിച്ചാൽ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കാരം സമയബന്ധിതമായിരിക്കണം, കറക്റ്റായിട്ട് തന്നെ നിസ്കരിക്കണം, കറക്റ്റായിട്ട് നിസ്കരിക്കണം, എങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ജമാഅത്താണ്. പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്ത് ശ്രദ്ധിക്കുക. ഇനി പള്ളിയിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ അവനെന്ത് ചെയ്യുക? മറ്റുള്ളവരുമായിട്ട് ജമാഅത്ത് ശ്രദ്ധിക്കുക. മഴയായിപ്പോയി, പള്ളിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഭാര്യയുമായി ഇമാം ജമാഅത്തുമായിട്ട് നിസ്കരിക്കും. എന്താ ഭാര്യയായിട്ട് നിസ്കരിക്കും? അതൊന്നും അറിയൂല, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും അവർ ചെയ്തിട്ടില്ല. ആരോട് പറയും എങ്ങനെയും തിരിച്ചൊന്നും പറയും. ഭാര്യയ്ക്ക് എങ്ങനെയാണ് മുഖമക്കൻ ഇടേണ്ടത് പോലും അറിയില്ല. എത്രയോ സഹോദരിമാരുണ്ട് മുഖമക്കൻ ഇടുന്നത് ഇങ്ങനെ തലയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഇടുക. ഒരിക്കലും അങ്ങനെ ഇട്ട നിസ്കാരം ശരിയാവൂല. മയ്യത്ത് പൊതി നമ്മൾ കണ്ടിട്ടില്ലേ? താടിയുടെ രോമം മുളയ്ക്കുന്ന മുതലാ ഇങ്ങനെ വെച്ചിട്ടാണ് ഇട്ടപ്പെടുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വേണം. എന്താ കാര്യം? ഈ താടി മുളയ്ക്കുന്ന ഭാഗം വെച്ചിട്ട് വേണം ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലിപ്പിടുന്ന ഇങ്ങനെ അടിയിലോട്ട് കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ? നിന്റെ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചിരിക്കണം. താടി ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, താടിയാണ് ഇവിടെ ഒഴിവാക്കുന്നത്. ഞാൻ പറയുന്നത് അറിയോ? എനിക്ക് ചില വിഷയങ്ങൾ പറഞ്ഞ ഇടയിൽ കൂടെ പറയുന്നത് ജീവിതം ശരിയാകാനാണ്. തിരിച്ചിട്ട് കാര്യമില്ലല്ലോ, ആ നിസ്കാരം തന്നെ കറക്റ്റ് ചെയ്യട്ടെ. മുഖവും മുൻകൈയും മിക്ക സഹോദരിമാരും, ഞാൻ വെറുതെ പറയല്ല, ഇപ്പൊ തന്നെ വാതിൽ വന്നിരിക്കുന്നവരുടെ തന്നെ പല ഉമ്മമാരുടെ നോക്കിയാൽ മതി. താടി ഉൾപ്പെടെ വെളിവാക്കിയില്ല, ഇസ്ലാമിക പ്രകാരം പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട, ഒരു രോമം പോലും പുറത്തേക്ക് ചാടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, പരിപൂർണമായി മറച്ച്. അല്ലാഹു നമ്മുടെ അമലുകളെ കബൂലുള്ളതാക്കുമാറാവട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഒരു വിഷയം നമുക്കറിയാമല്ലോ, എന്തറിയാവുന്ന അതായി പറഞ്ഞത്. ആദ്യ വക്കത്തിൽ നിസ്കരിക്കുന്ന ഒരു വിഷയം ഇതന്നെ ഉണ്ട്. ഇനി ആയത്ത് ഹദീസ് ഒരുപാട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറയേണ്ട കുറെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. രണ്ടാമത്തത് ജമാഅത്ത് ശ്രദ്ധിക്കുക. ജമാഅത്ത് ശ്രദ്ധിക്കുക. അതാ കേട്ടോളെ, 1-2 കാര്യം. خرج عمر إلى حائط له ورجع من الحائط والناس قد صلوا.
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ തന്റെ സ്വന്തം ഈന്തപ്പന തോട്ടത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബാങ്ക് വിളിക്കാത്ത സന്ദർഭത്തിലാണ് മഹാനുഭാവനെ കടന്നു ചെല്ലുന്നത്. ദുഹറിന്റെ സമയമാണ്, ദുഹറിന്റെ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. തോട്ടത്തിനുള്ളിൽ മഹാനുഭാവൻ തന്റെ ജോലിക്കാർക്ക് വേതനം നൽകി ഈന്തപ്പന കുലകളുടെ കണക്കെടുത്തുകൊണ്ട് മഹാനുഭാവൻ നിൽക്കവേ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുകയാണ്. അത് കേട്ടിട്ടില്ല മഹാനുഭാവൻ. ഇടതൂർ നിൽക്കുന്ന ഈന്തപ്പന കുലകൾക്കുള്ളിൽ ഇന്നത്തെ പോലെ മൈക്കിന്റെ ശബ്ദമില്ലല്ലോ. മഹാനുഭാവന് കേൾക്കാൻ സാധിച്ചില്ല. മഹാനുഭാവൻ ആ തോട്ടത്തിൽ ഇറങ്ങി വരുകയാണ്. മഹാനുഭാവൻ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോ ജനങ്ങൾ ആദ്യ ജമാഅത്ത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് മഹാനുഭാവന്റെ ദൃഷ്ടിപടത്തിൽ കാണുന്നത്. അദ്ദേഹം കാണുന്നത് ജനങ്ങൾ ആദ്യ ജമാഅത്ത് കഴിഞ്ഞു വരുന്നതാണ്. നിസ്കാരം ഖളായിട്ടില്ല. നിസ്കാരത്തിന്റെ ജമാഅത്തിന് ഇനിയും സാധ്യതയുണ്ട്. മഹാനുഭാവൻ ഇമാമായി നിൽക്കാനുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇനിയും പിറകിൽ കൂടാനുണ്ട്. പക്ഷേ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഫഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവേ പടച്ചറബേ, നിന്നിലേക്കാണ് എന്റെ മടക്കം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള മുസീബത്തുണ്ടാകുമ്പോൾ പറയേണ്ട വചനം അതങ്ങോട്ട് പറയുകയാണ്. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനാകുന്ന വ്യക്തികൾ അവർക്ക് മുസീബത്ത് ഉണ്ടാകുമ്പോ, അവർക്ക് വിഷമമുണ്ടാകുമ്പോ, അവർക്ക് പ്രയാസമുണ്ടാകുമ്പോ അവർ പറയേണ്ട വചനമാണ് ഇന്നാ ലില്ലാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ പ്രവാചകന്റെ വീട്ടില് വിളക്കണഞ്ഞു പോയപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കരണ്ട് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ടോ? പറയേണ്ട വചനമാണ് ഇന്നാ ലില്ലാഹി. കാരണം അതൊരു മുസീബത്താണ്. നിനക്ക് വിളക്കണഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിച്ചു പോയി, നബിയേ നബിയേ, ഈ വിളക്കണഞ്ഞു പോയതിനും ഇത് പറയണോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആയിഷ ആയിഷ, മുഅ്മിനിന് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഉണ്ടാകുമ്പോ പറയേണ്ട വചനമാണ് ആയിഷ ഇന്നാ ലില്ലാഹി. ഇത് കേവലം മരണം കേൾക്കുമ്പോൾ മാത്രമല്ല, മരണാവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, നിന്റെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അയൽവാസി മരിച്ചു, കൂട്ടുകാർ മരിച്ചു, ബന്ധുമിത്രാദികൾ മരിച്ചു, അയൽവാസികൾ മരിച്ചു, ഇന്ന മുസ്ലിം മരിച്ചു, ഇന്നവൻ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മാത്രം ചെല്ലാനുള്ള പദമല്ല. ഇത് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട വചനമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ മുസീബത്തായിട്ട് തോന്നിയത് തന്റെ ജമാഅത്ത് നഷ്ടപ്പെടലാണ്. അതൊരു മുസീബത്തായിട്ട് മഹാനുഭാവൻ എടുക്കുകയാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ജനകോടികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിം സമൂഹമേ, മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, ഒന്ന് കേൾക്കണേ കേൾക്കണേ. ഉശ്ഹിദുകും അന്നീ അഹ്ദൈതു ഹൈതി ലിൽ മസാകീൻ. എൻ്റെ ഈ 4 ഏക്കറോളം വരുന്ന സുന്ദരമായ ഈന്തപ്പന കുലകൾ കുലച്ചു നിൽക്കുന്ന ഈ തോട്ടം മുഴുവനും ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തങ്ങളെ കിടുകിടാ പറപ്പിച്ച ഉമർ ബിൻ ഖത്താബ്. ഉമറേ, നീ ഒരു വഴിയിലൂടെ വന്നാൽ ആ വഴിയുടെ
മാറുതലക്കിലൂടെ പിശാച് വന്നാൽ പിശാച് നിന്റെ നിഴൽവട്ടം കണ്ടുകൊണ്ട് ഓടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പ്രവാചകൻ വർണ്ണവലിപ്പം പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതി വച്ചിരുന്ന 4 ഏക്കറോളം വരുന്ന ഈന്തപ്പന കുലകൾ കുലച്ചു നിൽക്കുന്ന സുന്ദരമായ തോട്ടം മുഴുവനും ഇതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുകയാണ്. മഹാനുഭാവന് പറയുകയാണ്, എന്തിനാണ് ഞാൻ ഇത് കൊടുക്കുന്നതെന്നറിയുമോ? കഫാറത്തന്നീ, എന്റെ തോട്ടം മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് സംഭാവനയായി ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാരണം, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതായ ഘട്ടത്തിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കാതിരിക്കാനാണ് ഞാൻ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുകയാണ്. എന്തേ ഉമറേ നീ ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കാനത് എന്ന് പടച്ചറപ്പ് എന്നോട് ചോദിക്കാതിരിക്കാൻ പ്രായശ്ചിത്തമായിട്ട് ഞാൻ ചെയ്യുകയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ്. ഒരു ജമാഅത്ത്, അത് തന്നെ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേര് ശ്രദ്ധിക്കണം. നിസ്കാരമല്ല, കഥായിട്ടുമില്ല. പഴയ കാലഘട്ടത്തിൽ എങ്ങനെ നിസ്കാരം? പള്ളി ബാങ്ക് വിളിച്ചു, സുന്നത്ത് നിസ്കരിക്കുന്നു, വേഗം തന്നെ ഇഖാമത്ത്. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? കുട്ടി ഹാജി വന്നിട്ടില്ല, വെയിറ്റ് ചെയ്ത് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. കുറഞ്ഞ പക്ഷം 15 മിനിറ്റെങ്കിലും ബാങ്ക് ഇഖാമത്തിനിടയിലുണ്ട്. അരമണിക്കൂർ സുബഹിക്കുണ്ട്. കാരണം കണ്ണൂർ എഴുന്നേറ്റ് വരണ്ടേ, അതുകൊണ്ട് അതിനുവേണ്ടി അരമണിക്കൂർ വെച്ചിരിക്കുക. പണ്ടങ്ങനെയല്ല, ബാങ്ക് വിളിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. അപ്പൊ അതിനും പിന്നെ പള്ളി റെഡിയാണ്, ആളുകൾ നേരത്തെ റെഡിയാണ്. ജുമുഅ പോലെ ബാങ്ക് വിളിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ഉടനെ ഇഖാമത്ത് കൊടുക്കുന്നു, ഉടനെ തന്നെ നിസ്കരിക്കുന്നു. അങ്ങനെ സമയം പെട്ടെന്നാണ് കഴിയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആദ്യ ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങൾ പുറത്തേക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി. വേറെ ആലോചനയൊന്നുമില്ല. കരിച്ചതിന് ശേഷം ഞാൻ പറയാം, അതൊന്നുമില്ല, അപ്പൊ തന്നെ അവിടെ കൊടുക്കുകയാണ്. എന്റെ ഈ 4 ഏക്കറോളം വരുന്ന തോട്ടമാണല്ലോ എനിക്ക് ആദ്യ ജമാഅത്തിനെ തൊട്ട് നഷ്ടപ്പെടുത്താൻ കാരണം. അതുകൊണ്ട് റബ്ബിനെ മറന്നതാകുന്ന തോട്ടം എനിക്ക് വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് മരണം വരെയും തന്റെ കൊക്കിന് ജീവനുള്ളതാകുന്ന കാലഘട്ടം വരെയും മാനവാവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് തന്റെ തോട്ടത്തിലേക്ക് മാനവാവന് പോയിട്ടേ ഇല്ല. നമ്മളാണെങ്കിലോ കാര്യം കഴിയട്ടെ, എന്നിട്ട് ഞാൻ വീഴ്ച തരാൻ കേട്ടോ, ആർക്കൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ വരാൻ പഠിക്കൊന്നുമില്ല. ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒറ്റ ഡയലോഗാണ്, ആർക്കാണെങ്കിലും എടുക്കാം. ഞാൻ പാവപ്പെട്ടവർക്ക് ഹദി കൊടുത്തിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതൊക്കെയാണ് ഈമാൻ. ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴറിയാം. നമ്മളിപ്പോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക, കടയിൽ കച്ചവടം ചെയ്യാൻ മുഹറിന് ബാങ്ക് വിളിക്കുന്ന വരെ ഒരു ഹയവാനും ഇല്ല കടയിൽ. അവസാനം ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ ഒരുത്തം കയറി വരും. അവനാണ് പിശാച്, വേറെ ആരുമില്ല. കാരണം നമ്മളെ പരീക്ഷിക്കാനാണ്. ഓൻ വന്നോട്ടോ, തുണിക്കച്ചവടം നടത്തുന്നതാണ്, അവരോട് പറയും നമ്മളത് തിരിച്ചു പിരിച്ച് അവസാനം ഇഖാമത്ത് കൊടുത്തോടെ പള്ളി നിസ്കാരം കഴിയാറങ്ങ് പറയും. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. കച്ചവടം നടന്ന പരീക്ഷണം. ഇനി അവനെ ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടാവും, 200 രൂപ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവൻ പിറ്റേ ദിവസം അതേ സമയത്ത് ഒരാൾ വന്നാൽ ഇവൻ ഇൻട്രസ്റ്റാ, വേഗം തന്നെ ഷട്ടർ വെക്കും. കാരണം എന്താ? ഇന്നലെ 200. അത് പിശാചിന്റെ കളിയാണ്. നിന്നെ പരീക്ഷിക്കാൻ കൊടുക്കുകയാണ്, ചൂണ്ടപ്രയോഗമാണ്. പിന്നെ നീ ജമാഅത്തിൽ നിന്ന് പുറകോട്ട്. കാരണം എന്താ? ഈ സമയത്ത് ഇറങ്ങിയാൽ കച്ചവടം നടക്കുന്നതാണ്. ഇപ്പൊ ഇറങ്ങിയാൽ കച്ചവടം ശരിയാവും. സത്യത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ മാന്യനായ ഒരു വ്യക്തി അവന് പറയാം, അങ്ങനെ ചോദിക്കുന്നവരില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കൂടെ ചിലപ്പോൾ അന്യമതത്തിലുള്ളവരുണ്ടാവും, അവിടെ കച്ചവടം. അവരോട് പറയണ്ട, അവരെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. ഞാൻ വലുതായി പോരാ എന്ന് പറഞ്ഞിട്ട് വേഗം പോയി നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ അങ്ങനെ ശ്രദ്ധ വെച്ചാൽ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ ആദ്യ വഖത്ത് ബാങ്ക് വിളിച്ച ഉടനെ ചില സ്ത്രീകളുണ്ട്, പള്ളിയിൽ ജമാഅത്ത് കഴിയട്ടെ, ജുമുഅയ്ക്കൊക്കെ പ്രത്യേകിച്ച് പള്ളിയിൽ ജുമുഅ കഴിയട്ടെ, എന്നിട്ട് പള്ളിയിൽ നിൽക്കാൻ വരട്ടെ, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതിന് ശേഷം പിന്നെ നിസ്കരിക്കാം.
വെള്ളിയാഴ്ച ദിവസം വരെ അവർ നിസ്കാരത്തെ പിന്തിക്കുക, 3:30 നിസ്കരിക്കും. ഇല്ലല്ലോ, സ്ത്രീകൾക്ക് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ അവരുടെ മേൽ നിർബന്ധം ജുമാ അല്ല, ളുഹറാണ്. വേഗം തന്നെ 4 റക്അത്ത് ളുഹർ നിസ്കരിക്കട്ടെ. പള്ളിയിലെ 2 റക്അത്ത് ജുമാ കഴിഞ്ഞിട്ടാണ് നിസ്കാരം എന്ന് പറഞ്ഞിരിക്കണ്ട. അങ്ങനെയില്ല, നിങ്ങളുടെ മേൽ നിർബന്ധം ളുഹറാണ്, 4 റക്അത്ത് ളുഹർ നിസ്കരിക്കട്ടെ. അത് ഇവിടെ മാത്രമല്ല, എവിടെ ചെന്നാലും. മക്കത്ത് പോയി അമീർ പറയാണ് നിങ്ങൾ വരണ്ട ജുമായ്ക്ക് പള്ളിയിൽ. ഇല്ല, എനിക്ക് സുദീസിനെ റാഹത്തായിട്ട് അവിടെ പോയി റാഹത്തായിട്ട് നിസ്കരിക്കണം. പള്ളിയിൽ വന്ന് നീ 2 റക്അത്ത് ജുമാ നിസ്കരിച്ചിട്ട് തിരിച്ചു പോയാൽ വല്ലാഹി നിന്റെ നിസ്കാരം ഫാസിദാണ് എന്ന് പറഞ്ഞാൽ അത് കബൂലിയത്തില്ല. നിന്റെ മേൽ നിർബന്ധം ളുഹറാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മസ്തല. അവിടേക്ക് പോയി റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് പറയാം. കിട്ടേണ്ട അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ ളുഹർ നിസ്കരിക്കാതെ വരും വന്നിരിക്കും വെള്ളിയാഴ്ച ദിവസം. നിന്റെ മേൽ നിർബന്ധം ജുമാ അല്ല, ളുഹറാണ്. നീ പെണ്ണാണ്, പെണ്ണായി പിറന്ന പെണ്ണെ, നിനക്ക് നിർബന്ധം ളുഹറാണ്. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു. പള്ളി പോയിക്കോ, വിഷയമൊന്നുമില്ല. ജുമാ കണ്ടോ, നീ എല്ലാം മാറി നിന്നൊക്കെ ശ്രമിച്ചോ, വിഷയമുള്ള കേസല്ല, പ്രശ്നമില്ല. പക്ഷെ നീ 4 റക്അത്ത് ളുഹറാണ് അവിടെ നിസ്കരിക്കേണ്ടത്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. 2 റക്അത്ത് ജുമാ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം കെട്ടുപെടുകയില്ല. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് സഹോദരിമാരുണ്ടാകും നാട്ടിൽ. വേഗം തന്നെ ളുഹർ ഖളാ വീട്ടിൽ നിസ്കരിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. ഇവന്മാര് പലരും പറയും നിങ്ങൾ വരണ്ടാന്ന്. പറയുന്നവർ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കൂല. ഇല്ലല്ലോ, എനിക്ക് വരണം, ഭയങ്കര നിർബന്ധം വാശി പിടിക്കുന്ന സ്ത്രീകൾ ഞാൻ ഒരുപാട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന പല മസ്തലുകളും ഉസ്താദുമാര് പറയുന്നതൊക്കെ ഗുണത്തിന് വേണ്ടിയല്ലേ, ദോഷത്തിന് വേണ്ടിയില്ലല്ലോ. തെറ്റ് ചെയ്തിട്ട് പെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാനത് സാന്ദർഭികമായി ഉണർത്തിയത്. ഏതായിരുന്നാലും ജമാഅത്ത് ശ്രദ്ധിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി തന്നെ മഹാനുഭാവൻ ഖേദിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ തോട്ടം മുഴുവനും പാവപ്പെട്ടവർ കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ്. നമ്മൾ ചെയ്യും അങ്ങനെ. നമ്മൾ പള്ളിയിലേക്ക് വന്നു, ഇതുപോലെ നമ്മുടെ കച്ചവടം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് പള്ളി ജമാഅത്ത് കഴിഞ്ഞാൽ ജമാഅത്ത് കഴിഞ്ഞു അതിൻ്റെതാ കട പാവപ്പെട്ടവർ കേട്ടോ, ഇസ്ലാം വലി നാളെ വലി കൂടി അറിയോ. അതാണ് നമ്മളതിന്റെ വലിപ്പം ചിന്തിക്കണം. ആകെയുള്ള ഒരു വരുമാനം, സ്ഥിര വരുമാനം, അത് മുഴുവൻ കൊടുക്കാണ് ദീനിന് വേണ്ടി. എന്തുകൊണ്ട്? എന്റെ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയല്ല. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ചെയ്യണമെന്നില്ല. നാളെ മുതൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരണ്ട. അങ്ങനെ ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഈമാനും അവരുടെ ഈമാനും എവിടെ? നമ്മൾ നിസ്കാരത്തിന് ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അവരതിന് പ്രായച്ചിത്തം ഉടനടി ചെയ്തു. അതാണ് പ്രായച്ചിത്തം ഉടനെ. ഇനി റബ്ബ് ചോദിക്കൂല അവരോട് അതിനെ പറ്റി. ബഹുമാനപ്പെട്ട റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. കാന യതവക്കഉ അലാ റിജലൈൻ. റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. നബിയുടെ ശിഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സ്വഹാബിയ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, താബികളിൽ പ്രമുഖനാണ്. മഹാനുഭാവൻ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി. നേരം വെളുത്തു സുബഹിയുടെ സമയമായി. കരച്ചിലാണ്. അയൽവാസികളോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തിക്കണം. അയൽവാസികളാകുന്ന സഹോദരങ്ങൾ അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? 2 കാലുകൾ നിലത്തൂടി വലിച്ചഴച്ചിട്ട് കൈകൾ 2 തോളത്തിട്ടിട്ട് അദ്ദേഹം പള്ളിയിൽ വരിക, ജമാഅത്തിന് വേണ്ടി വരിക. ഉടനെ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, പള്ളിയിലെ ഇമാമവറുകൾ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ്, قد رخص الله أن تصلي في بيتك وأنت معذور. അല്ലയോ അബാ മുഹമ്മദേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടില്ലയോ? നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാൻ അല്ലാഹു ഇളവ് നൽകിയിട്ടില്ലയോ? നിങ്ങളുടെ കാലിനെ തളർച്ച ബാധിച്ചതല്ലയോ? ശരീരത്തിന്റെ അരഭാഗം താഴോട്ട് തളർന്നതല്ലയോ? പിന്നെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജമാഅത്തിന് വരുന്നത് എന്ന് മഹാനുഭാവനോട് ചോദിച്ചപ്പോ ഫഖാല, ഉടനെ മഹാനുഭാവന പറയുകയാണ്, അൻതും തഖൂലൂന കമാ തഖൂലൂൻ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറയാം, നിങ്ങൾക്ക് പറയാം. പക്ഷേ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുൽ മുഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണേ, നിസ്കരിക്കണേ. വലൗ ഹബ്വാ വലൗ സഹഫൻ വഹബ്വാ. എങ്ങനെയെങ്കിലും മുട്ടിരുന്നിട്ടെങ്കിലും ജമാഅത്ത് ശ്രദ്ധിക്കണേ. അത് പവിത്ര
അല്ലാഹു തആലാന്റെ ചരിത്രം പ്രസിദ്ധമല്ലയോ മഹാനുഭാവന പറയുകയാണ്. നമസ്കാരം ജമാഅത്തായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ ഞാൻ ഇറങ്ങിയതാണ്. അതിഥി സൽക്കാരത്തിന്റെ പേരിൽ, അതിഥികൾ എന്റെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ എനിക്ക് ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവധികൾ തിരിച്ചു പോയതിനു ശേഷം ഞാൻ പോയാണ്. വിട്ടിട്ട് ഇറങ്ങിയപ്പോ പട്ടണത്തിലുള്ള സർവ